ഹലോ, നമുക്കൊരു മുട്ടമാല ഉണ്ടാക്കിയാലോ? ഞാനൊരു 10 മുട്ടയ്ക്കുള്ള മുട്ടമാല ഇവിടെ തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ള വേറെ മഞ്ഞ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കണം. ഇപ്പോൾ വെള്ള വേറെ മഞ്ഞ വേറെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മഞ്ഞ എടുത്തിട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. മഞ്ഞയിലുള്ള പാടെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിക്കുന്നത്. അതിന് നന്നായി അരിച്ചതിന് ശേഷം ഒരു ചെറിയ ഒരു കുപ്പിയിൽ ഒഴിച്ചെടുക്കാം. ഞാനൊരു ഒരു 10 റുപ്യൻ്റെ ഫ്രൂട്ടിൻ്റെ കുപ്പിയിലാണ് ഞാൻ ഒഴിച്ചത്. ഇതേപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മൂടിയിൽ ഒരു ഓളിട്ട് കൊടുക്കണം. ഇതേപോലെ ഒരു ഓളിട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. ഇനി വെള്ളം തിളക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ 2 ഏലക്കായ കുത്തിയിട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ കുപ്പിയിലാക്കി വെച്ച മാല ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുക്കാം. നല്ലോണം ചുറ്റിച്ച് കൊടുക്കണം. ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം നല്ലോണം ആക്കി കൊടുക്കണം. പിന്നെ ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്ത് വെക്കണം. ആകാനാവുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളം കുടഞ്ഞിട്ടാണ് അത് എടുക്കുന്നത്. ഒരു 2-3 സെക്കൻഡ് വെക്കണ്ടോ. അങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് നമുക്കത് എടുക്കാം. ഇതിപ്പോൾ നമ്മളെ മുട്ടമാലയെല്ലാം റെഡിയായി. ഇതേപോലെ ഇങ്ങനെ കോരിയെടുക്കണം. അപ്പം നമ്മളെ മുട്ടൻ്റെ മാലയെല്ലാം നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിഞ്ഞാത്തപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടൻ്റെ വെള്ളമുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ഏലക്കായ കുത്തിയത്, പിന്നെ നേരത്തെ മാല ഉണ്ടാക്കിയ ബാക്കി സീറും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കാം. പിന്നെ ഒരു ആവിച്ചമ്പ് വെച്ചിട്ട് തളകയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അടിച്ച മിക്സ് നമ്മൾ അതിലൊഴിച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ അടിപൊളി മുട്ടമാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. ഓക്കേ.